بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥാവിധി പാലിക്കാനും ജീവിതത്തിൽ തഖ്വയോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ റമദാനിന് ശേഷം ക്ലാസ് ഇന്ന് പുനരാരംഭിക്കുകയാണ്. പൊതുവെ ദീനിയായ വിഷയങ്ങൾക്ക് ഒരു ചെറിയ ഒരു കാലതാമസം നേരിട്ടാൽ പിന്നെ അതങ്ങനെ മുടങ്ങിപ്പോകലാണ് പതിവ്. അതുണ്ടാകരുത് എന്ന് ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എത്തിപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചില അത്യാവശ്യ യാത്രകളൊക്കെ ഉള്ളത് കൊണ്ട് ആണ് ആ ക്ലാസ് ഈ ആഴ്ചത്തേക്ക് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ഏതായാലും അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാൻ മാസം അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു. നമ്മുടെ എല്ലാം റമദാൻ ദീനിയായ വിജ്ഞാനം കൊണ്ട് സമ്പന്നമായിരുന്നു. പല ഭാഗങ്ങളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഈ വർഷം നടന്നു. നമ്മളെല്ലാം എല്ലാ അർത്ഥത്തിലും ആക്റ്റീവായി ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ സജീവമായിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ് നമ്മുടെ സാമുദായിക നേതാക്കന്മാരെ കൊണ്ട് നമ്മളെപ്പറ്റി കുറ്റം പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയെ പറ്റി പറഞ്ഞ വർത്താനം നിങ്ങൾക്കറിയാം അല്ലേ? ഒരു പ്രത്യേക സംസ്ഥാനമാണെന്നാണ് പറഞ്ഞത്. എന്ത് വിവരക്കേട് പറഞ്ഞാലും അത് ഏറ്റെടുക്കാനും അതിനെ ആഘോഷമാക്കാനും ഇവിടെ ഒരു വിഭാഗം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നേരിടുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ല എന്നുള്ളത് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട ഒരു ജില്ലയല്ല. കാലങ്ങളായി നമുക്ക് വിഷയങ്ങൾ ഉണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലം മുതലെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ടത് നമ്മൾ മലപ്പുറം ജില്ലക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ മനസ്സിലാഗ്രഹിച്ചിരുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളാണ്. ഒന്ന്, ദീനി പ്രബോധന രംഗത്ത് ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കണം, മരണം വരെ പ്രബോധകനായി തന്നെ കഴിയണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് മലപ്പുറം ജില്ലയിൽ താമസക്കാരനാകണം എന്നുള്ളത്. അൽഹംദുലില്ലാ, അങ്ങനെ നടന്നു. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. ശരിക്കും മലപ്പുറം ജില്ലയിൽ എനിക്ക് താമസമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊക്കെ ഇവിടുത്തെ നമ്മുടെ നന്മകളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴും അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ എനിക്കൊരു അന്യതാബോധമാണ്. അവരൊക്കെ ഏതോ ഒരു അന്യനാട്ടിലെ ആളുകൾ എന്നുള്ള ഒരു ഫീലാണ്. എനിക്ക് സ്വന്തം നാട്, എനിക്കിവിടെ ആരും രക്തബന്ധുക്കളില്ല ഈ നാട്ടിൽ, ഒരാളുമില്ല. 20 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നു. അപ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് അടുത്തറിയുന്ന ആളുകൾ ആരും ഈ ജില്ലയിലെ ആളുകളെ പറ്റിയോ ഒരാളെ പറ്റിയും മോശത്തരം പറയില്ല. അകലെ ഇരുന്നു കൊണ്ട് കുറ്റം പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നമ്മൾ അതൊക്കെ ഒരു ഈ പക്വതയില്ലാത്ത വകതിരിവില്ലാത്ത വർത്തമാനങ്ങൾ എന്ന നിലയിൽ നമുക്ക് തള്ളാം. അവിടെ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യമാണ്, ലതുബ്ലുവന്ന ഫി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ
സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. ആ പരീക്ഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞ വാക്ക് വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും വ മിനല്ലദീന അശ്റകൂ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും അതുപോലെ ശിർക്ക് ചെയ്യുന്ന ചില ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. അവൻ കഫീറ, ഒരുപാട് വേദനയുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. അത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ നമ്മളെ വേദനിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്നതിനോടൊപ്പം ചില ആളുകളെ സന്തോഷിപ്പിക്കാനാണ് അത്തരം വർത്തമാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ നമുക്കുള്ള നിലപാട് എന്തായിരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഇൻ തസ്ബിറു വതത്തഖൂ, ക്ഷമ കൈക്കൊള്ളുക, തഖ്വയോടെ ജീവിക്കുക. ക്ഷമ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്തരം പ്രതികരണങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുക എന്നല്ല അതിനർത്ഥം. അത്തരം പ്രതികരണങ്ങൾക്ക് മുമ്പിൽ നമ്മൾ മാന്യമായിട്ട് പ്രതികരിക്കണം. അതുപോലെ തന്നെ തഖ്വ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഒരു കാരണവശാലും വയലന്റ് ആകാൻ പാടില്ല. അവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം, ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പോലും ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് തിരിച്ചു പറയാനുണ്ട്. അതൊന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും അല്ല, അടിസ്ഥാനമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മുഅ്മിൻ എന്ന നിലയിൽ നമുക്ക് തിരിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഇല്ല. നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, അത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുഅ്മിൻ അത് കേട്ടിരിക്കണം. അത് കേൾക്കാൻ അസ്വസ്ഥത നമുക്കുണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം വഖഫാണ്. വഖഫ് വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യണം. കാരണം അത് ഇപ്പോൾ 2025 വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ പാസ്സാക്കുമ്പോൾ 1913 വഖഫ് ഭേദഗതി ബില്ലുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് ആക്ട് പ്രകാരം വഖഫ് ഭേദഗതി ബില്ലുണ്ടായിട്ടുണ്ട്. 1930 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വഖഫ് ഭേദഗതി ബില്ല് വന്നിട്ടുണ്ട്. 1954 വഖഫ് ഭേദഗതി ബില്ല് വന്നിട്ടുണ്ട്. 1969 വന്നിട്ടുണ്ട്. 95 വന്നിട്ടുണ്ട്. ഈ ബില്ല് ഭേദഗതികൾ മുഴുവനും മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് സ്വത്തിന് അനുകൂലമായ നിലയിലാണ് ആ ഭേദഗതി എല്ലാം ഉണ്ടായിട്ടുള്ളത്, പ്രതികൂലമായിട്ടല്ല ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ 2025 വന്നിട്ടുള്ളത് നമുക്ക് പ്രതികൂലമായ രീതിയിലാണ് വന്നിട്ടുള്ളത്. സത്യത്തിൽ എത്ര വിചിത്രമായ വാദം എന്നറിയോ? വിചിത്രമായ വാദം എന്ന് പറഞ്ഞാല്, ഒരു അമുസ്ലിമായ ഒരാൾ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വന്ന ഉടനെ അയാൾ ഒരു മുതല് ദാനം ചെയ്താല്, വഖഫ് ചെയ്താല് അത് വഖഫ് ആകൂല പോലും. അയാൾ 5 കൊല്ലം നല്ല മുസ്ലിമാണോ എന്ന് പരിശോധിച്ചിട്ട് അയാൾ വഖഫ് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുള്ളൂ. അയാൾ ചെയ്യണ വഖഫ് ആകോ ഇല്ലയോ എന്നുള്ളത് പാർലമെന്റാണ് തീരുമാനിക്കുന്നത്, അതല്ല തീരുമാനിക്കുന്നത് അത് വഖഫ് ആണോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ ഈ സത്യത്തില് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകാനും ഇസ്ലാം പേടി, ഇസ്ലാമിനോട് വെറുപ്പല്ല, മറിച്ച് ഇസ്ലാം ഭയം ഇവിടെ ഉണ്ടാകുക. മുസ്ലിം ആയാൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ വരാതിരിക്കുക, ഇതേ ലക്ഷ്യമുള്ളൂ. ഏറ്റവും വിഡ്ഢിത്തപരമായ നിയമമല്ലേ ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന ഉടനെ അയാളുടെ സമ്പത്ത് കുറച്ച് വഖഫ് ചെയ്തു എങ്കിൽ അയാൾ അത് സ്വീകരിക്കൂല, മറിച്ച് 5 കൊല്ലം അയാൾ നല്ല മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. എങ്ങനെ അയാൾ നല്ല മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക? 5 കൊല്ലം 50 കൊല്ലം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ നല്ല മുസ്ലിമാണോ അല്ലയോ എന്നുള്ളത്. ഒരാൾ നല്ല മുസ്ലിമാകണം എപ്പോഴാണ്? ആഖിബത്ത് നന്നാകുമ്പോഴാണ്, അല്ലേ? മുഅ്മിനായി അയാൾ മരിക്കുമ്പോഴാണ് അയാൾ നല്ല മുഅ്മിനാണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതുവരെ അയാളെ സംബന്ധിച്ചിടത്തോളം നല്ല മുഅ്മിനാണെന്ന് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തില്
അള്ളാന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കനൽക്കട്ട തീക്കനൽ കയ്യിൽ പിടിച്ച് വെക്കുന്നതിന് തുല്യാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഒരാൾ നേരം വെളുക്കുമ്പോൾ യംസി മോമിനൻ, രാവിലെ മോമിനായിരിക്കും. അങ്ങാടിയിലേക്ക് പോകുമ്പോ, ഓഫീസിലേക്ക് പോകുമ്പോ, ഷോപ്പിലേക്ക് പോകുമ്പോൾ മോമിനായിട്ടായിരിക്കും പോവുക. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ മോമിനായിട്ടായിരിക്കും സുബഹിക്ക് നിസ്കരിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാകുക. പക്ഷേ യുസ്ബിഹ മുഅ്മിനൻ, രാവിലെ മുഅ്മിനായിട്ട് പോകും, വയുംസി കാഫിറ, വൈകുന്നേരം കാഫിറായിട്ട് മടങ്ങി വരും. ഒരാൾ മുഅ്മിന് നല്ല മുഅ്മിനാണോ മോശം മുഅ്മിനാണോ എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതിൽ ഏറ്റവും അപകടമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, അതിന്റെ മെമ്പർമാര് മുസ്ലിമീങ്ങളാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ CEO മെമ്പർമാരിൽ CEO ഒന്ന് മുസ്ലിം ആകണം നിർബന്ധമില്ല. 2 അമുസ്ലിമീങ്ങൾ അതിൽ മെമ്പറായിരിക്കണം. എന്ത് നിയമം അത്? ഇവർക്ക് അന്തസ്സുണ്ടെങ്കിൽ ഇവർ ഇവിടുത്തെ ദേവസ്വം ബോർഡിൽ അങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കി എടുക്കട്ടെ. പൊളിറ്റിക്സ് തലയിൽ കയറിയിട്ട് ഭ്രാന്തായി പോയി. ആ കൂട്ടത്തിൽ മതവിരോധം കൊണ്ട് ഇവിടെ വിജയിക്കാൻ കഴിയുള്ളൂ എന്നൊരു തോന്നല്. എന്തോ ആട്ടെ, ആ വിഷയം എന്തോ ആകട്ടെ. പക്ഷെ അതില് നമ്മൾ മുഅ്മിനീങ്ങൾക്ക് ചില വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. സംഗതി നമുക്ക് പ്രതികൂലമായ രീതിയിൽ വഖഫ് ബില്ല് പാസ്സായി വന്നപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഒരു വാക്ക് നമ്മളിവിടെ അടിവരയിടണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വഖഫ് സ്വത്തുകൾ യഥാവിധി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു എങ്കിൽ മുസ്ലിമീങ്ങൾ ടയർ പഞ്ചറൊട്ടിച്ച് ജീവിക്കേണ്ട ഗതി ഉണ്ടാകൂലായിരുന്നു എന്നുള്ളത്. അതൊരു വാക്ക് തന്നെയാണ്. അയാൾ അതിൽ പൊളിറ്റിക്സ് ഉണ്ട് എങ്കിലും അതിലൊരു കഴമ്പുണ്ട്, അതിന് കാരണമുണ്ട്. കാരണം ഇന്ന് വഖഫ് ബോർഡ്, ഇവിടത്തെയും ഒരു വഖഫ് ബോർഡിനെ പറ്റിയല്ല ഞാൻ പറയും. ഇന്ന് വഖഫ് ബോർഡിനകത്ത് ഉള്ള ഉദ്യോഗസ്ഥന്മാര്, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളിലുള്ള പല ആളുകളും അത് ഭംഗിയായി പരിരക്ഷിച്ചുകൊണ്ട് അതിൻ്റെതായ ധർമ്മം നിറവേറാൻ തയ്യാറല്ലാത്ത ആളുകളാണ്. വഖഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയില്ല. ഒന്ന് വഖഫ് ബോർഡിലൊന്ന് പോയി നോക്ക്. നമ്മളെന്തോ വലിയൊരു സംഭവം അവിടുന്ന് പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാകുക. മാത്രമല്ല, ഈ വഖഫ് ചെയ്ത ആളുകൾ അവർ നല്ല നിയ്യത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും പലയിടങ്ങളിലും അതിൻ്റെതായ അർത്ഥത്തിൽ ഉപയോഗിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് എന്താണ് എന്ന് പഠിക്കാനും അതിന് അനുസരിച്ച് കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് ഇനി പുതിയ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഈ നിയമത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുക എന്നുള്ളതാണ്. വഖഫ് മുതലിനെ പറയുന്നത് അള്ളാന്റെ മുതലെന്നാണ്, അള്ളാഹുവിന്റെ സമ്പത്ത് എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് കൊടുക്കുക, എല്ലാം അള്ളാന്റെ സമ്പത്ത് തന്നെയാണ്. ഒരാളുടെ സമ്പത്തും ഒരാൾക്കും സ്വന്തമല്ല. എല്ലാ സമ്പത്തും മാലില്ല എന്ന ഖുർആൻ പറഞ്ഞ അള്ളാന്റെ മുതലെന്നാ പറഞ്ഞത്. പക്ഷെ വഖഫിന്റെ വിഷയത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ആ സമ്പത്തിൽ ഒന്നും ഉപയോഗിക്കാൻ, അതായത് അതിൽ നിന്ന് സുഖമെടുക്കാൻ, അനുഭവിക്കാൻ ആർക്ക് അധികാരമില്ല, മറ്റുള്ളവർക്ക് അധികാരമില്ല. ഇപ്പൊ എൻ്റെ മുതലും, എനിക്ക് എത്ര മുതലുണ്ടോ ആ മുതലും മുഴുവൻ അള്ളാന്റെ മുതലാണ്. പക്ഷെ അതിന്റെ ട്രസ്റ്റ് ഞാനാണ്. അത് ക്രയവിക്രയം ചെയ്യാൻ അധികാരമുണ്ട്, വിൽക്കാൻ, വാങ്ങാൻ, കൊടുക്കാൻ, അതിന്റെ പലതിനും അധികാരം എനിക്കുണ്ട്. പക്ഷെ വഖഫ് മുതലിന് അതില്ല. ഒരു സംഭവം വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വാല്യൂ ഉള്ളതായിരിക്കണം. നശിച്ചു പോകുന്ന സാധനം വഖഫ് ചെയ്യാൻ പറ്റൂല, വാല്യൂ ഉള്ളതായിരിക്കണം. അപ്പൊ ഒരാള് ഒരു വാഴ വഖഫ് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? അത് കൊലച്ച് പഴമായി കഴിഞ്ഞാൽ തിന്നു പോകും, അത് പറ്റൂല. വഖഫ് എന്ന് പറയാൻ പറ്റും. നിലനിൽക്കണം, ജാരിയാണ്. സദഖത്തുൻ ജാരിയ എന്നതിന്റെ ആ പരിധിയിൽ വരുന്ന കാര്യമാണത്. ഇസ്ലാമിക ചരിത്രത്തില് ആദ്യത്തെ വഖഫ് ഏതാണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് തർക്കം നടക്കുന്നുണ്ട്. ആദ്യത്തെ വഖഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഖുബ, ആ ഖുബയാണ്, മസ്ജിദുൽ ഖുബയാണ് ആദ്യത്തെ വഖഫ് എന്ന് പറയപ്പെടുന്നുണ്ട്.
അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ചെന്നപ്പോൾ ആദ്യമായി നിർമ്മിച്ച മസ്ജിദ് ഖുബയാണ്. മസ്ജിദ് ഖുബയുടെ പ്രത്യേകത എന്താണെന്നറിയില്ലേ? മസ്ജിദ് ഖുബയുടെ പ്രത്യേകത, ഒരാള് വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്നോ വുളൂ ചെയ്ത് മസ്ജിദ് ഖുബയിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന് ഉംറയുടെ പ്രതിഫലം കിട്ടും. അതാണ് മസ്ജിദ് ഖുബയുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക ശനിയാഴ്ചകളിലും മസ്ജിദ് ഖുബ സന്ദർശിക്കുമായിരുന്നു. സൗദി ഗവൺമെന്റ് മദീനയില് മസ്ജിദ് നബവിയിൽ നിന്ന് മസ്ജിദുൽ ഖുബയിലേക്ക് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണ് കാണാത്ത ആളുകൾക്ക് പോലും നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക കല്ലുണ്ടല്ലോ, ആ കല്ലൊക്കെ വെച്ചിട്ട് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. നടന്നാല് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ മസ്ജിദ് ഖുബയിലെത്താം. അത്രയും വേണ്ട. ആ നടപ്പാതയിൽ ഒരു തടസ്സങ്ങളും ഇല്ല, നേരെ നടക്കാം, അവിടെ പോകാം. ഞാൻ പോയിട്ടുണ്ട്, പോകാം, അവിടെ പോയി നിസ്കരിച്ചിട്ട് തിരിച്ച് മദീനത്തെ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ മസ്ജിദ് എന്ന് പറയുന്നു. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിനോട് ചേർന്നാണ് മസ്ജിദ് ഖുബ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ആദ്യം വഖഫ് ചെയ്ത ആൾ എന്ന് പറയുന്നു. മസ്ജിദ് നബവി അത് ആണ് എന്നും അഭിപ്രായമുണ്ട്. മസ്ജിദ് നബവി വഖഫ് ചെയ്തത് മുഖൈരിഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി കൊടുത്ത 7 തോട്ടങ്ങൾ. ആ 7 തോട്ടങ്ങളിൽ നിന്നുള്ള ഒരു തോട്ടത്തിന്റെ ഭാഗമായിട്ടാണ് മസ്ജിദ് നബവി ഇന്ന സ്ഥലം അന്ന് ആ കാലഘട്ടത്തിൽ. ഇബ്നു സിയാദ് അദ്ദേഹത്തിന്റെ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ആ ചരിത്രം പറയുന്നുണ്ട്. അതൊരു വലിയ ദീർഘമായ ചരിത്രമാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ആദ്യത്തെ വാഖിഫ് എന്നും വഖഫ് ആദ്യം മസ്ജിദ് ഖുബയാണ്, അതല്ല മസ്ജിദ് നബവിയാണ് എന്നും എല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. വഖഫിന്റെ കൂട്ടത്തില് ഏറ്റവും ശ്രദ്ധേയമായ ചില വഖഫുകൾ ഇസ്ലാമിലുണ്ട്. ആ ശ്രദ്ധേയമായ വഖഫിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്ത ബീറു റൂമ കിണർ. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ കൂട്ടത്തിലായാലും ബീറു റൂമ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ, അതായത് ഒരു 25 വർഷം 26 വർഷം മുമ്പ്, പറ്റില്ല, 25-26 വർഷം മുമ്പ് അത് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് ചുറ്റും മതിൽ കെട്ടോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. അത് റൂമ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അയാളിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ച് നമുക്ക് ദാനം ചെയ്തു. അതായത് അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് റൂമയുടെ കിണറിലാണ് ധാരാളം വെള്ളം ഉണ്ടായിരുന്നത്. അയാൾ എന്ത് ചെയ്യും? ഈ വെള്ളം വിൽക്കും. നിലവിലുള്ള മാർക്കറ്റ് റേറ്റിന്റെ മുകളിലാണ് വെക്കുന്നത് ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത്, നല്ല വേനൽ സമയത്തൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അത് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെ റൂമയോട് ചോദിച്ചു, അത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പൊ അയാൾ അത് വിൽക്കാൻ തയ്യാറായില്ല. അയാള് ഭയങ്കര മസ്ല് പിടിച്ച് അവസാനം അയാൾ വലിയ വിലക്ക്, അന്നത്തെ വാല്യൂ അനുസരിച്ച് നല്ല വിലയുണ്ട്, അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി വിലക്ക് ആ കിണറിന്റെ പകുതി അയാൾ വെക്കാൻ തയ്യാറായി. പകുതി വിൽക്കാൻ തയ്യാറായി. പകുതി വിറ്റപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങിച്ചിട്ട് ആ പകുതിയിൽ നിന്ന് സൗജന്യമായി വെള്ളം എടുത്തോളാൻ പറഞ്ഞു. എല്ലാവരോടും ഫ്രീ ആയിട്ട് വെള്ളം കൊടുത്തു. റൂമ എന്താ കണക്കൂട്ടിയത്? പകുതി വിറ്റാല് ബാക്കി പകുതിയുടെ വെള്ളം എടുത്ത് എനിക്ക് വിൽക്കാലോ എന്നാണ്. ഫ്രീ ആയിട്ട് ഇവിടെ വെള്ളം കിട്ടുമ്പോൾ റൂമയുടെ വെള്ളം മേടിക്കാൻ ആരെങ്കിലും പോവോ? അപ്പൊ നിർവാഹം ഇല്ലാണ്ട് പിന്നെ അയാൾ എന്ത് ചെയ്ത് ആ ബാക്കി പകുതിയും കൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിൽക്കേണ്ടി വന്നു. വഖഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വാല്യൂ ഉള്ളതും ഇന്നും നിലനിൽക്കുന്നതുമായ വഖഫാണ്. ഇന്നും അതിന്റെ വിഹിതം മസ്ജിദ് നബവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റൂമ കിണറും അതിന്റെ പരിസരങ്ങളും ഒരു തോട്ടമുണ്ട് അവിടെ. ആ തോട്ടത്തിന്റെ ഈത്തപ്പഴവും അതിന്റെ ലാഭങ്ങളും എല്ലാം മസ്ജിദ് നബവിയിലേക്ക്, ബൈത്തുൽ മാലിലേക്ക് വന്നുകൊണ്ടിരിക്കും. മസ്ജിദ് നബവിയല്ല, പൊതുഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നിലനിൽക്കും. അപ്പൊ എത്ര വർഷമായി ആലോചിച്ചേക്ക്. അതാണ്.
അങ്ങനെ അങ്ങനെ ദാനം ചെയ്യാൻ കഴിയുക, അങ്ങനെ ദാനം ചെയ്ത ആളുകളാണ് നമ്മുടെ ആളുകൾ മഹാഭൂരിപക്ഷവും. അത്തരത്തിൽ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ കേട്ടും വഖഫിനെ സംബന്ധിച്ചുള്ളതായ ആഴത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങളും അറിവും ആഗ്രഹങ്ങളുമാണ് അവരെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വഖഫ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ വഖഫുകളുടെ കൂട്ടത്തിലുണ്ടായ ഒരു ശ്രദ്ധേയമായ വഖഫ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായത്തില് ആല ഇമ്രാനിലെ 92-ാമത്തെ വചനം അവതരിച്ച സമയത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ഈ ആയത്തിന്റെ അവതരണം, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദാനം ചെയ്യലാണ് ഏറ്റവും വലിയ പുണ്യം എന്ന വിശുദ്ധ ഖുർആന്റെ വചനം. ഇതിറങ്ങിയ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു അർളൻ ബി ഖൈബറ ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദി മിൻഹു. എനിക്ക് ഖൈബറിലെ യുദ്ധത്തിൽ നിന്ന് കുറച്ച് ഭൂമി അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഭൂമി ഞാൻ അള്ളാന്റെ മാർഗത്തില് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്ത ഖൈബറിലെ ഭൂമി, അത് ആ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനിന് നമ്മുടെ ഇതിൽ കിട്ടിയ ദാനങ്ങളുടെ കൂട്ടത്തിൽ വഖഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വഖഫാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത വഖഫ്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വഖഫാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്ത, അതും ഈ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അരികിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞതാണ്, അതാണ് റസൂലെ, എനിക്ക് എൻ്റെ സമ്പത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ബൈറുഹാ എന്ന തോട്ടമാണ്. മസ്ജിദ് നബവിയുടെ അടുത്ത് തന്നെയുള്ള ഒരു തോട്ടാണ് ബൈറുഹാ. ബൈറുഹാ തോട്ടത്തിന്റെ ശേഷിപ്പുകൾ ഒരു 10 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ ആ തോട്ടവും അതിന്റെ ഭാഗങ്ങളൊക്കെ ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ തോട്ടത്തിന് ശേഷിപ്പുകൾ അവിടെ ബിൽഡിംഗ് ആയി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിൽ ബൈറുഹാ തോട്ടത്തിൽ പോവുകയും അവിടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വിശ്രമിക്കും, കാരണം അത്ര ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക് ആ തോട്ടം. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വത്താണ് ബൈറുഹ, അർജു ബിർറഹ വദഖ്റഹ, അതിന്റെ നന്മയും അതിന്റെ ഗുണങ്ങളും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിൻ യാ അബാ തൽഹ ദാക മാലുൻ റാബിഹുൻ. ബഖിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു വല്ലാതെ നമുക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു അത്ഭുതകരമായ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമല്ലോ, ഓ എന്നൊക്കെ പറയുന്നത്, അതേപോലത്തെ ഒരു സൗണ്ടാണ് ബഖിൻ എന്നുള്ളത്. ഇത് വല്ലാത്തൊരു ലാഭമുള്ള മുതലാണല്ലോ. ഇത് അള്ളാഹുവിനെയൊക്കെ ഏറ്റവും അടുപ്പിക്കുന്ന മുതലാണല്ലോ എന്ന് തുടങ്ങുന്ന പ്രയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അതേപോലെ തന്നെ അബൂദർദാഹ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു സമ്പത്തുണ്ട്. അബൂദർദാഹ് റളിയല്ലാഹു അൻഹു ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിന്റെ അവതരണം ഉണ്ടായപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു സമ്പത്താണ് അദ്ദേഹത്തിന്റെയും ഇതേപോലെയുള്ള ഒരു തോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഞാൻ ആ തോട്ടം അങ്ങക്ക് തന്നാൽ എനിക്ക് പകരം സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തോട്ടം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അദ്ദേഹം വഖഫ് ചെയ്തു. അവിടെ രസകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ഈ തോട്ടം കൊടുത്തതിന് ശേഷം അദ്ദേഹം ആ തോട്ടത്തിന്റെ അടുത്തേക്ക് നേരെ ചെന്നു. കൊടുത്തു വേഗം തോട്ടത്തിന്റെ അരികിലേക്ക് വേഗം ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ തോട്ടത്തിലിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ ഉമ്മത്തഹ്ദാ, ഞാന് ഈ തോട്ടം സ്വർഗത്തിന് പകരം അള്ളാഹ്ക്ക് കൊടുത്തിട്ടാണ് വരുന്നത്. വലിയ തോട്ടാണ്. നിങ്ങളുടെ മലപ്പുറത്ത് ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അത് നിങ്ങൾ
ദീനിന് വേണ്ടി സംഭാവന ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞ പെണ്ണുങ്ങൾ എന്താ പറയാ, ഞങ്ങൾക്ക് പിരാന്താന്ന് പറയും അല്ലേ? പക്ഷെ അങ്ങനെയല്ല. അത് കൊടുത്തപ്പോൾ പറഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞു അത് നല്ലൊരു കച്ചവടമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു, പ്രോത്സാഹിപ്പിക്കുക ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മുടെ മുൻഗാമികളായ ആളുകള് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ദാനമാണ് വഖഫ്. ആ വഖഫിന്റെ കണക്കുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെയുള്ള ഈ വഖഫ് ഈ പറഞ്ഞതുപോലെ യഥാവിധി ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമായിരുന്നു. ഒരു മസ്ജിദിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മസ്ജിദ് ടൗണിന്റെ നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മസ്ജിദാണ്. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അതില്. ഈ ഏക്കർ കണക്കിന് ഭൂമിയും സ്വത്തുമുള്ള ഈ മസ്ജിദ് അവിടെ വരിസംഖ്യ ഇട്ടിരിക്കുകയാണ്. പള്ളിയിൽ ഖത്തീബായി വരുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസ പിരിക്കാൻ വരിസംഖ്യ ഇട്ടേക്കാണ്. 200 രൂപ 250 രൂപ ഓരോരുത്തരിൽ നിന്നിട്ടും വരിസംഖ്യ ഇട്ടേക്കാണ്. ഈ വരിസംഖ്യ പിരിച്ചിട്ട് വേണം പള്ളിക്ക് ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ. പരിസരത്തുള്ള പള്ളികളിൽ നിന്നും ഈ പള്ളിയിലത്തെ ഖത്തീബിന് കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ്. ഏറ്റവും കുറഞ്ഞ ശമ്പളം. നമ്മുടെ ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽപ്പെട്ട ഒരു അബദ്ധമാണത്. ഒരു പള്ളിയിൽ ഞാൻ ഖത്തീബായി എന്നതിന്റെ പേരിൽ പറയുന്ന കാര്യമല്ലേ ഇത്. മറിച്ച് ഒരു പള്ളിയിൽ ദഅവത്തിന് വേണ്ടി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീൻ ദഅവത്ത് ചെയ്യുന്ന ആളെന്ന നിലയിൽ അതിൻ്റെതായ പരിഗണനയും അതിൻ്റെതായ ഇടപെടലും നടത്തുകയാണ് എങ്കിൽ ഇന്ന് ദാഇമാരുടെ ക്ഷാമം നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ദാഇമാരുടെ കുറവില്ല, ഇഷ്ടംപോലെ പ്രഭാഷകന്മാരുണ്ട്, നല്ല ചിന്തകന്മാരായ ദാഇമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചു പോയതെന്ന് വെച്ച് കഴിഞ്ഞാല് ദാഇമാരെ അവരെ എല്ലാ അർത്ഥത്തിലും അവർക്ക് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കും. പക്ഷേ ഫിനാൻഷ്യൽ വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ വിഷയത്തിൽ ഇടപെടാൻ ആളുകൾ തയ്യാറാകുന്നില്ല. ഇപ്പൊ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അണ്ടറിൽ ദാഇമാർക്ക് വേണ്ടി ഒരു ഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് സമൂഹത്തില് പ്രബോധകരായിരിക്കുന്ന ആളുകള് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റാതെ വന്നിട്ട് അവര് ഖുതുബ പരിപാടികളൊക്കെ ഒഴിവാക്കി പലയിടങ്ങളിലും പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ എനിക്കറിയാമെന്നറിയാം. എത്രയോ ആളുകൾ, 10ഓളം ആളുകൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരുണ്ട് ദായിമാര്. ആ 10 ആളുകളിൽ ഞാൻ മാത്രമാണ് പ്രബോധന രംഗത്തുള്ളൂ. 9 ആളുകൾ എനിക്കറിയാം അവരെവിടെയാണുള്ളത്. കൊണ്ടോട്ടിയിൽ പലചരക്ക് കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ദായി എനിക്കറിയാം. അയാള് കിതാബ് ആഴത്തിൽ പഠിച്ച പണ്ഡിതനാണ്. നന്നായിട്ടറിയാം, കിതാബ് ഓതാറിയാം, ദർസ് നടത്താൻ കഴിവുള്ള ആള്. അയാൾ തൗഹീദ് കണ്ട് തൗഹീദി ആദർശം സ്വീകരിച്ച് നമ്മളോടൊപ്പം ചേർന്ന ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പോ ക്രൈസ്തവ സഭയില് അവരുടെ ആ സഭയിലെ ഏറ്റവും വലിയ പരമാധികാരിയായ വ്യക്തി ആരാ? ആ പള്ളിയിലത്തെ അച്ഛനാണ്, പുരോഹിതനാണ്. അത് പൗരോഹിത്യത്തിന്റെ ഒരു ഇടപെടലുണ്ട്, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ അയാളാണ് അവസാനത്തെ വാക്ക്. നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മുടെ മഹല്ലുകളില്, പ്രത്യേകിച്ച് നമ്മൾ സലഫികളായ ആളുകളുടെയൊക്കെ മഹല്ലുകളില് നമ്മുടെ ഈ അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന ഇമാമുകൾക്ക് പകരം, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല, അവരും ആവശ്യക്കാർ തന്നെയാണ്. പക്ഷെ അവർക്ക് പകരം ദീൻ ദഅവത്ത് ചെയ്യാൻ പ്രാപ്തനായ ഒരു ഖത്തീബിനെ, ഒരു ഇമാമിനെ നിയമിച്ച് അയാൾക്ക് അവിടെ ഉള്ള പരമാധികാരം കൊടുത്താൽ, പരമാധികാരം മീൻസ് സാമ്പത്തിക വിഷയമല്ല ഞാൻ പറഞ്ഞത്, അവിടെ ആവശ്യമായ ദഅവ പ്രവർത്തനങ്ങൾക്കും ആ മഹല്ലിന്റെ ഡെവലപ്പിനും ആവശ്യമായ പരമാധികാരം കൊടുത്താൽ തീർച്ചയായും ഓരോ മഹല്ലുകളും വികസിച്ചു വരും. പക്ഷെ അവർക്ക് മതിയായ ശമ്പളം കൊടുക്കണം. അവർ വേറെ പണിക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല.
മദ്രസ മുഅല്ലിമായി ജോലി ചെയ്യുന്ന രണ്ടാളുകൾ എനിക്കറിയാം. മദ്രസ മുഅല്ലിമാണ്, പള്ളിയിലെ ഇമാമാണ്, ഒഴിഞ്ഞു കിട്ടുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നുണ്ട്, ഷോപ്പിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. എന്തേ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകേണ്ടി വന്നത്? ശമ്പളം മതിയാകുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ദാഇമാർക്ക് ആവശ്യമായ നിലയിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എങ്കിൽ നമ്മുടെ മഹല്ലുകളെല്ലാം ഭദ്രമായ മഹലായിത്തീരും. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന, നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു മഹല്ല്, വലിയ മഹല്ല. ആ വലിയ മഹല്ലിനെ പല വാർഡുകളായിട്ട് തിരിച്ച് ആ മഹല്ലിലെ ഓരോ കുടുംബങ്ങളുടെയും സെൻസസ് എടുത്ത് ഓരോ കുടുംബത്തിലെയും ആണെത്ര, പെണ്ണെത്ര, കുട്ടികളെത്ര, വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ, കുറഞ്ഞ ആളുകൾ, വിദ്യാർത്ഥികൾ ഏതെല്ലാം കോഴ്സിന് പഠിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടാക്കിയിരുന്നു. 2000-ലധികം വീട്ടുകാരുടെ മഹല്ല എന്ന് ഓർക്കണം. 250 വീട്ടുകാരല്ല, 2000-ലധികം വീട്ടുകാരുള്ള മഹല്ല്. ആ മഹലിൽ നിന്നൊരു കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടാക്കിയിരുന്നു. ആ ഡാറ്റ ഞാൻ സിസ്റ്റത്തിൽ കയറ്റി സംവിധാനിച്ച് അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് കൃത്യമായി അറിയുന്ന ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം നമ്മളവിടെ ഉണ്ടാക്കി. അവിടെയൊക്കെ നമുക്കും അങ്ങനെ കഴിയും. നമ്മുടെ നാട്ടിൽ നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന ആളുകളുടെ ഡാറ്റ തയ്യാറാക്കി അതനുസരിച്ച് കൊണ്ട് ഒരു വീട്ടിൽ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി 10ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ മഹലിന്റെ ഖത്തീബ് അല്ലെങ്കിൽ ആ ഇമാം ആ കുട്ടിയുടെ വീടൊന്ന് സന്ദർശിക്കണം. എന്നിട്ട് എന്താ പരിപാടി, നെക്സ്റ്റ് ഏത് കോഴ്സ് എടുക്കാനാ ഉദ്ദേശം അറിയണം. ശരി, ഇന്ന കോഴ്സ് എടുത്തോളൂ, അതിന് സാധ്യത ഇന്നതുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഒരാൾ, സാധ്യതകളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഇടപെടാൻ കഴിയുന്ന നിലയിൽ ദാഇമാരെ ആക്കി തീർക്കാൻ നമ്മളുടെ മസ്ജിദുകൾ ഇമാറത്ത് ചെയ്യുന്ന, പരിപാലിക്കുന്ന ആളുകൾ തയ്യാറായാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പക്ഷെ അതിനെല്ലാം അവരുടെ മുമ്പിൽ തടസ്സം എന്താ? സാമ്പത്തികമാണ്. അപ്പൊ ഇത്രയും വലിയ ആ മഹല്ല്, ഞാൻ ഈ പറഞ്ഞു വന്ന ഈ മഹല്ലില് ടൗണിലാണ് ഇതുള്ളത്. അവിടെ ഞാൻ ഖത്തീബായി ജോയിൻ ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. ഞാൻ ഖത്തീബായി ജോയിൻ ചെയ്തു. അന്ന് നമ്മുടെ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടില്ല. എന്നാൽ എൻ്റെ കയ്യിൽ 25ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ 25ഓളം വിദ്യാർത്ഥികളെയും കൊണ്ടാണ് ഞാൻ അവിടെ, മുത്തഅല്ലിമുകളുണ്ട്, അവരെയും കൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടുത്തെ ആ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരമായി അവിടെ ചെന്ന് 3ാം മാസം ഞാൻ നിർദ്ദേശിച്ചു, നമ്മളുടെ ഇതിൻ്റെ ചുറ്റും ഒരു വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയാൽ അതിൻ്റെ വാടക മതി നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു പോയിന്റ് മുന്നിൽ വെച്ചതിന്റെ പേരിലാണ് എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നിലവിലുള്ള കമ്മിറ്റി പോരാ, നല്ല കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പൊ ചില പ്രായം ചെന്ന ആളുകളുടെയൊക്കെ പ്രസിഡന്റ് പണി പോകും, സെക്രട്ടറി പണി പോകും. ഇന്നും ഈ അടുത്തും ഞാനും നസീറുദ്ദീൻ റഹ്മാനിയും ആ വഴിക്ക് പോയപ്പോൾ അവിടെ കയറിയിരുന്നു, അവിടെ ഒന്ന് കണ്ടിരുന്നു. ഇന്നും അതും അതേ അവസ്ഥയിൽ തന്നെ. ടൗണിന്റെ കണ്ണായ ഭാഗത്താന്ന് ഓർക്കണം. അതിന്റെ 4 സൈഡിലും റോഡുണ്ടെന്ന് ഓർക്കണം. 4 സൈഡിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റും. വേണ്ട 3 സൈഡിൽ ഉണ്ടാക്കിയാൽ മതി, ബാക്കി ഫ്രണ്ടേജ് അങ്ങോട്ട് ഒഴിവാക്കിയിടാം. ഇതില്ല. ഇതേപോലെ പിടിപ്പ് കെട്ട ഒരുപാട് പള്ളി പരിപാലക കമ്മിറ്റിക്കാർ, വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടായത് സത്യത്തിൽ എന്ത് സംഭവിച്ചു? ഇത്തരത്തിൽ ഇത് അന്യാധീനപ്പെടുന്നതിലേക്ക് എത്തിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ഇവര് ഇടപെട്ടു. നമ്മൾ സത്യത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ കുറച്ച് രാഷ്ട്രീയക്കാരും ഞങ്ങളെപ്പോലെയുള്ള കുറെ പ്രബോധകന്മാരും ഈ വിഷയത്തിൽ ബോധവാന്മാരായി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു എന്നത് ഒഴിച്ചാൽ സാധാരണക്കാരായ എത്ര ആളുകൾ ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ മാനസികമായി വിഷമിച്ചു? കുറഞ്ഞ ആൾക്കാർ. അത് നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ എന്ന ചിന്തയാണ് പലർക്കുള്ളത്. അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അധികം വൈകാതെ. ആർക്കും എവിടെയും കയറി ഇടപെടാൻ കഴിയും. ഒരു വെള്ള പേപ്പറിൽ എഴുതിയൊരു പരാതി പോയാൽ പോരെ?
മലപ്പുറം ജില്ലാ കളക്ടർക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞ്. നിസ്സാരമല്ല വിഷയം. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയും കൂടെ പരീക്ഷണത്തിലേക്ക് പോയിരിക്കുകയാണ്. ശക്തമായ പരീക്ഷണത്തിലേക്ക് നമ്മൾ പോയിരിക്കുക. അവിടെ നമ്മൾ ഒരു വിചിന്തനം നടത്താൻ അനിവാര്യമായിരിക്കുക. എന്താണ് ഇപ്പൊ നമ്മളുടെ ആഭ്യന്തരമന്ത്രി ഇത് പാസ്സാക്കിയ സമയത്ത് പറഞ്ഞതെന്നറിയാമോ? ഞങ്ങള് വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. അതിൽ വഖഫ് സ്വത്ത് എങ്ങനെയാ സംരക്ഷണം ഉണ്ടാകുക? ഇതിൽ കോഴിക്കോടിന് കുറുക്കനെ പിടിച്ച് കാവലിരുത്തിയിട്ട് ഞാൻ കോഴിക്കോടിന് കാവലിരിക്കുക എന്ന് പറഞ്ഞാല് കുറുക്കാൻ കാവലിരിക്കുന്ന കോഴിക്കോടിന്റെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചാൽ മനസ്സിലാക്കാല്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, അത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന കാര്യങ്ങളാണ്. കുറേയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളിലേക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ തൗഹീദിന്റെ വിഷയത്തിൽ കുറേയും കൂടെ ജാഗ്രത പാലിക്കണം. തൗഹീദ് നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ അതിന്റെ വിഷയത്തിൽ നമുക്ക് വന്ന പല ആളുകൾക്കും വരുന്ന അപാകതകളാണ് ഇന്ന് നമ്മുടെ നേരെ മറ്റുള്ളവർക്ക് കൈ ഓങ്ങാനും കൈ ഉയർത്താനും കാരണമായിട്ടുള്ളത്. കാരണം ലോകത്ത് ഏറ്റവും ഇസ്സത്തുള്ള വാക്ക് ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. അതാണ് ഏറ്റവും പവറുള്ള വാക്ക്. അത് എന്താ അതിനർത്ഥം? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അതിൻ്റെ അർത്ഥം വലാ ഉശ്രികു ബിഹി അഹദ, ഒരു പങ്കാളി ഞാനില്ല, ഞാനിത് തയ്യാറല്ല. ഇത് പറയേണ്ട മുഅ്മിനീങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടാവും അത് പറയുന്നവർ? കുറച്ചൊക്കെ ശക്തമായി പറയുന്ന ആളുകൾ എവിടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളം വിട്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടില് ഒരു ജാക്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതായത് നമ്മുടെ നമ്മുടെ ആദർശം അനുസരിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനം തമിഴ്നാട്ടില്. കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൗത്ത് കന്നഡ സലഫി മൂവ്മെന്റ് ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിനൊക്കെ ഉള്ള അപാകതകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ പോയിട്ട് ദീനിന്റെ വിഷയങ്ങൾ പറയണമെങ്കിൽ കേരളത്തിൽ നിന്ന് ആള് ചെല്ലണം. ബാരി ഭാഷയിലാണ് മറ്റേ സൗത്ത് കന്നഡ സലഫി മൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ നടക്കുന്നത്. ബാരി ഭാഷയിലാണ്. ബാരി ഭാഷയിലുള്ള അവരുടെ ക്ലാസ്സുകൾ വളരെ കുറഞ്ഞ ആളുകളാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൂ. അവിടെയും ദാഇമാർക്കുള്ളതായ ആ അകലം കൂടുതലാണ്. വളരെ കുറഞ്ഞ ദാഇമാരെ അവിടെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. ഞാൻ ഹൈദരാബാദിൽ ചെന്നപ്പോൾ അവിടെ ഒരു മറ്റേ അഹ്ലെ ഹദീസിന്റെ ഒരു മസ്ജിദിൽ ഞാൻ പോയി. അഹ്ലെ ഹദീസിന്റെ ഒരു മസ്ജിദ് നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരേണ്ടുന്ന ഒരു മസ്ജിദ്. ആ മസ്ജിദ് ഒരു മാർക്കറ്റിന്റെ നടുവിലാണ്. ആ മസ്ജിദ് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ 6-7 ആളുകൾ. എന്നാൽ അവിടെ നിന്ന് നടന്നാൽ എത്താവുന്ന ദൂരത്ത് വലിയൊരു ജാറം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു മസ്ജിദ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വലിയ ആൾക്കൂട്ടം. എന്താ അവിടുത്തെ ളുഹ്ർ നിസ്കരിച്ചിട്ട് ഇറങ്ങുന്നതാണ്. അവിടെ എന്തുണ്ട്? ജാറുണ്ട്. നമുക്ക് എന്തില്ല? ജാറുമില്ല. അപ്പൊ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കുക എന്ന ആ തരം താഴ്ന്ന ഒരു നിലവാരം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായത് നമ്മുടെ പരാജയത്തിന്റെ കാരണമാണ്. നമ്മളിങ്ങനെ മൗനം പാലിച്ച് ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ശക്തമായി ഇറങ്ങണം. പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് നിരന്തരം നമ്മൾ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതും ഇനി അകപ്പെടാനിരിക്കുന്നതുമായ വിപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് കഴിയില്ല. തൗഹീദ് ഇല്ലാണ്ട് കഴിയില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തു, ബി അശരി കലിമാത്തിൻ, 10 കാര്യങ്ങൾ റസൂലുള്ളാഹി എന്നോട് വസിയത്ത് ചെയ്തു. ആ 10 കാര്യങ്ങളിൽ
ഒന്നാമത്തെ കാര്യം ലാ തുശ്രിക് ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വഇൻ ഖുതിൽത ഔ വഹുരിഖത, നീ കൊല ചെയ്യപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും നിസ്സാരമല്ല വിഷയം. അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ സമുദായത്തിന്റെ ആളുകളെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ മുസ്ലിയാക്കന്മാർ കൊണ്ടുപോയി ചാടിച്ചത് ശിർക്കിലേക്ക്. ആലോചിച്ച് നോക്കിയോളി. അവർ ഈ സമൂഹത്തിൽ ചെയ്തിരിക്കുന്ന അക്രമങ്ങൾ, ദുൽമുകൾ ചെറുതൊന്നുമല്ലല്ലോ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ സമുദായത്തിനുണ്ടായ ഒരു ചീത്തപ്പേരാണല്ലോ ആ ഒരു മരണം, ചെട്ടിപ്പറമ്പിലുണ്ടായ മരണം, അല്ലേ? ആ ചെയ്ത പ്രവർത്തനത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനൊരു നിരൂപണം ഞാൻ പറയുന്നില്ല. ഒരാളിപ്പോ വീട്ടിൽ പ്രസവിച്ചു, അതൊരു കുറ്റകരമായ കാര്യമൊന്നുമല്ല, സ്വബോധമോപിക്കാത്തിപ്പെട്ടൊന്നുമല്ല. പക്ഷെ ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പൗരാണിക കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഒരു സ്ത്രീയുടെ ഗർഭധാരണയും അതിനോടനുബന്ധിച്ചു കൊണ്ടുള്ളതായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവബോധം കുറവാണ്. പഴയ കാലത്ത് പെണ്ണുങ്ങൾ, ഗർഭിണികളായിരിക്കുന്ന പെണ്ണുങ്ങൾ, അവരൊക്കെ വീട്ടിലാണല്ലോ പ്രസവിച്ചിട്ടുള്ളത്. പക്ഷെ അന്നത്തെ ആളുകൾക്ക് ഗർഭാവസ്ഥയെ സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ട്. കൂടുതൽ ബ്ലീഡിംഗ് ഇല്ലാതെ പ്രസവിക്കാൻ കഴിയുന്ന രീതികളെ പറ്റി അവർക്കറിയാം. അതിനാവശ്യമായ പരിചരണമാണ് ഗർഭകാലഘട്ടത്തിൽ കൊടുത്തോണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പോയി ഒരു പെണ്ണ് ഗർഭിണിയായാൽ ആദ്യം ഹോസ്പിറ്റലാണ് തീരുമാനിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടാണ് ഗർഭിണി ആണ് എന്ന് ബോധ്യപ്പെടുന്നത്. അതിനുശേഷം മന്ത്ലി ടെസ്റ്റും കാര്യങ്ങളും ഇതിന്റെ ആവശ്യമില്ലാതെയും നടക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് ജീവിക്കുന്ന നമ്മൾ, രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിക്കുന്ന നമ്മൾ, ഗർഭാവസ്ഥയെ സംബന്ധിച്ച് അവബോധം കുറവുള്ള തലമുറ, ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ സോൺ ഏതാണ്? ഹോസ്പിറ്റലാണ്. ചെട്ടിപ്പറമ്പ് സംഭവം കഴിഞ്ഞ് 3-ാം നാൾ ഇവിടെ കേരളത്തിൽ ഒരു സംഭവം നടന്നു. ആരെങ്കിലും അറിഞ്ഞോ? ചെട്ടിപ്പറമ്പിലെ ആ മരണം കഴിഞ്ഞ് 3-ാം നാൾ നമ്മുടെ കേരളത്തിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സിസേറിയന് വിധേയമായ ഒരു പെണ്ണ് രക്തം വാർന്ന് മരണപ്പെട്ടു. അത് അതിനേക്കാളും ഗൗരവമുള്ള വിഷയം. അത് സിസേറിയൻ അല്ല, അത് നോർമൽ പ്രസവ. ചെയ്ത ആളെ സംബന്ധിച്ചുള്ള അവരുടെ ഉള്ള വിഷയം നമുക്ക് പിന്നെ പറയാം. അത് നോർമൽ പ്രസവ നടന്നത്. പ്രസവിച്ച് കുഞ്ഞ് സേഫായി പുറത്തു വന്നു. പിന്നീടുണ്ടായ ബ്ലീഡിംഗ് ആണ്. അതിന്റെ കുറ്റം അവർക്ക് തന്നെയുണ്ട്. പക്ഷെ ഇത് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അവിടെ സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുത്ത് അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് ബ്ലീഡിങ് ഓവറായി മരണപ്പെട്ടു. അപ്പൊ അതാല കുറ്റം. അപ്പൊ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നവരും ബ്ലഡ് വാർന്ന് മരിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ മേൽ ഏണി വെച്ച് കയറാൻ ഇതൊരു കാരണമായി. ആ കാരണത്തിന്റെ ഹേതുവായ ചില കാര്യങ്ങൾ ഈ ചങ്ങായിയുടെ കയ്യിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്, അല്ലേ? പരസ്യമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പരസ്യമായി പറയണം. പരസ്യമായി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് പരസ്യമായി പറയണ്ട. പൊതുസമൂഹത്തിന്റെ മേൽ ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ അതേപോലെ ചാനലുകൾ ഏറ്റെടുത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അയാൾ അനുകൂലിക്കുന്ന ആ CM മടവൂരിന്റെ ടീം, ആ ടീമിനെ അനുകൂലിക്കുന്ന മുസ്ലിയാർ, നമ്മുടെ പകര ആയിസനി പറഞ്ഞ വീഡിയോ ആണ്. എന്ത്, ആന പ്രസവിക്കുന്നില്ലേ, ആന ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പ്രസവിക്കുന്നതെന്ന്. ചാനലത് ആഘോഷിച്ചു. അപ്പൊ ഇവരെല്ലാമാണ് സത്യത്തിൽ നമ്മുടെ ദീനിന് ക്ഷതമേൽപ്പിച്ച ആൾക്കാര്. അവരുണ്ടാക്കിയ ഒരു ടീം. ഒരാളങ്ങോട്ട് നേരം വിളിക്കുമ്പോൾ അങ്ങോട്ട് തീരുമാനിക്കാണ്, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. അതിനെന്താ മാർഗം? അതിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് വരുമാനം ഹലാലാണോ ഹറാമാണോ അത് വേറൊരു കഥ. മാന്യതയുള്ള മൂമിൻ എന്ത് ചെയ്യില്ല? അത് മേടിച്ചിട്ട് തിന്നൂല. മാന്യതയുള്ള മൂമിന് പറ്റിയ പണിയല്ല അത്. എന്നിട്ട് ചാനൽ അങ്ങോട്ട് തുടങ്ങുക, എന്നിട്ട് അതിലിങ്ങനെ ആളെ കൂട്ടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരു കാര്യം, ടിവിയുടെ മുമ്പിൽ ടിവി ഇങ്ങനെ വെച്ചിട്ട് ടിവിയുടെ മുമ്പിൽ ഗ്ലാസ് വെള്ളം വെച്ചേക്കാണ്. മുസ്ലിയാര് അവിടെ നിന്ന് ഊതും, ക്യാമറയിലേക്ക് ഊതും.
ഉമ്മാമ്മ ഇതെടുത്ത് കുടിക്കും. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ആത്മീയ പ്രഭാഷകന്മാര് നമ്മളുടെ സമൂഹത്തിലെ ഒരുപാട് മാനസിക രോഗികളെ വാർത്തു കഴിഞ്ഞു. ഒരു ഉമ്മ വിലപിച്ച ഉമ്മയുടെ വിലാപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കുറിപ്പെഴുതിയിരുന്നു. ആ ഉമ്മയുടെ മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി, യൂട്യൂബ് കിട്ടുന്നില്ല, ആകെ വിഷമിച്ച് മാനസിക വിഭ്രാന്തിയിലെത്തിപ്പോയി. കാരണം യൂട്യൂബിൽ ഉസ്താദ് വൈകുന്നേരം വരും, ഉസ്താദ് പങ്കെടുക്കുന്ന ആ ദിക്ർ മജ്ലിസിൽ പങ്കെടുത്തില്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ആദ്യം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ തൗഹീദിൽ നിന്നും സമൂഹത്തെ അകറ്റിക്കൊണ്ട് ശിർക്കിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആപത്ത്. മുസ്ലിം സമൂഹത്തിന് ഇതര ആളുകളിൽ നിന്നും നമ്മളെ വ്യതിരക്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം നമ്മുടെ തൗഹീദാണ്. അങ്ങനെ തൗഹീദിൽ നിന്നും അകത്തിയാൽ വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത് തൗഹീദിൽ നിന്നും അകന്നാൽ അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഖറമിനസ്സമാ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെ എന്നാ, കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണവനെ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനം, കയ്യും കാലും ഓടിയുള്ളൂ. ആകാശത്ത് വീണണ്ടാണ് അവസ്ഥ എന്താ? ആളെ പിടുത്തം കിട്ടുമോ? പിന്നെ പറഞ്ഞു വല്ല പക്ഷികളും റാഞ്ചി കൊണ്ടുപോകും, അല്ലെങ്കിലോ കാറ്റവനെ വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ടിടും. അവന് പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ശിർക്ക് ചെയ്താലുള്ള അവസ്ഥയാ ഇന്നുണ്ടായ അവസ്ഥകളതല്ലേ. അന്ധവിശ്വാസം സമൂഹത്തിന്റെ ഇടയിൽ ആഴ്ന്നിറങ്ങുന്നതിന്റെ പിന്നിൽ ഈ ഒരു വിഭാഗമുണ്ട്. എന്താണ് അന്ധവിശ്വാസം എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കഴിവുകളുണ്ട് എന്ന് വിശ്വസിപ്പിച്ചു പ്രചരിപ്പിച്ചു, അതാണ് ഉണ്ടായത്. ഒരു കഴിവും ഒരാൾക്കില്ല. ഇന്ന് മരിച്ചാൽ ഏറ്റവും വലിയ ഔലിയായിട്ട് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്ന ഒരു ചങ്ങായി ഉണ്ട് അല്ലേ? അയാൾക്ക് വല്ല കഴിവുണ്ടെങ്കിൽ അയാൾ ഇത് ഇപ്പൊ പ്രകടിപ്പിക്കണം. പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോണ പൊളിയിൽ കുറച്ചൊന്നുമല്ല, നിസ്സാരല്ല. ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയേക്കാൾ അപകടകാരിയാണ് അയാൾ മരിച്ചാൽ. അവിടെയൊക്കെ ദായിമാരുടെ ഉത്തരവാദിത്തം ചെറുതാണോ? അല്ല, വലിയ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറുന്നിടത്ത് നമ്മൾ ഓരോ മാനേജ്മെന്റും ശക്തമായിട്ട് ഇടപെട്ട് ആ ഉത്തരവാദിത്തം നിറവേറാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. അതാണ് നമുക്ക് ഇതിൽ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. കാരണം തൗഹീദ് ശക്തമായിരിക്കുന്ന ഒരു സമൂഹത്തിനെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഇടപെടാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ കൃത്യമായി മുമ്പേ മനസ്സിലാക്കി വെച്ച കാര്യമാണത്. തൗഹീദ് ഇവരിലുണ്ടെങ്കിൽ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? തൗഹീദ് നടക്കണം, എളുപ്പമായി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഖദറിലുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യതിരക്തമാക്കുന്ന ഒരു പ്രധാനമായ കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം, അതായത് വിധിയിലുള്ള വിശ്വാസം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന് കൃത്യമായ അറിവുണ്ടല്ലോ, ഇല്ലേ? അള്ളാഹ് അറിയാത്തൊരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. അവരറിഞ്ഞില്ലേ അള്ളാഹു തആല ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്ന ദാലിക ഫീ കിതാബ്, അത് കിതാബിലുണ്ട്, രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇതല്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ബില്ലടക്കം രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട്. ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിലും ഒരു ഇല പൊഴിഞ്ഞാൽ പോലും അത് അള്ളാഹു അറിയുന്നുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയുടെ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വിത്തിന്റെ ചലനങ്ങൾ, അല്ലെങ്കിൽ അത് മുളച്ചു വരുന്ന കാര്യങ്ങൾ, പച്ചയാകട്ടെ ഉണങ്ങിയതാകട്ടെ, അതിന്റെ സ്ഥിതിവിധികൾ എല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ഇത് അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ റബ്ബ് അറിയാതെ ഇവിടെ ഒരു വിഷയവും നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ,
ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല അമലുകൾ ചെയ്യുന്നവരാരാണ് എന്ന് തിരിച്ചറിയുക. നല്ല അമലുകൾ ചെയ്യുന്നവരാരാണെന്ന് തിരിച്ചറിയുക. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, വഖഫ് ഭേദഗതി ബില്ല് വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് നമ്മുടെ ജീവിത രീതികളിൽ ഇബാദത്തിന്റെ കാര്യങ്ങളിലും മാറ്റം വരുത്തി? ഞാൻ ഇന്ന് മുതൽ കുറച്ചുകൂടെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനം ചെയ്യാമെന്ന് ആരാ ചെയ്തിട്ട്? ആരും തീരുമാനിച്ചത്? അത് കേവലം ഒരു പൊളിറ്റിക്സ്. ഏത് പുതിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല അമൽ ചെയ്യുന്നവർ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓരോ ദിവസങ്ങളിലും നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കണം. റമദാൻ മാസം നമ്മുടെ മുമ്പിൽ വന്നു, നമ്മൾ ആ റമദാനിൽ ഒരു മാറ്റം വരുത്തി. അതുപോലെ നമ്മൾ ഇനിയുള്ള സമയങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങൾ ഒരു ഭാഗത്ത്, അതുപോലെ കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ മറ്റൊരു ഭാഗത്ത്. ശിഥിലമാകുകയാണല്ലോ ഓരോ കുടുംബങ്ങൾ. എത്ര പ്രശ്നങ്ങളാ ഓരോ ദിവസവും കുടുംബങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ. എന്നോട് ഒരു ഉമ്മ പറഞ്ഞ ഒരു വർത്താനുണ്ട്. ഒരു അഡ്മിഷന് വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അഡ്മിഷന് വേണ്ടി വന്നതാണ്. മൗലവി, എങ്ങനെയെങ്കിലും എൻ്റെ മകന് നിങ്ങൾ അവിടെ അഡ്മിഷൻ കൊടുക്കണം. ഞാൻ എത്ര പണം വേണമെങ്കിൽ, ഞാൻ സമ്പന്നയല്ല, അതിസമ്പന്നയൊന്നുമല്ല. ഞാനും ഒരു ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. ഭർത്താവ് മരണപ്പെട്ടതാണ് അവരുടെ. അവർ ജോലിക്ക് പോയി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ആമക്കളിലെ മൂത്ത മകനെ പറ്റിയാണ് എന്നോട് വന്ന് പറഞ്ഞത്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത കൊല്ലം +2 നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, +2ൻ്റെ കുട്ടികളെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യാറില്ല. അത് അറബിക് കോളേജിൻ്റെ സെക്ഷനിൽ പെട്ടതാണ്. അവർ അതിനുള്ള സംവിധാനം അവരാണ് കണ്ടത്. അപ്പോൾ അവർ അവിടെ പെട്ടാൽ ശരിയാവൂല, നിങ്ങളുടെ അണ്ടറിലാക്കണം. ഞാൻ ആ ഉമ്മ എന്നോട് പറഞ്ഞ കാരണം എന്താണെന്ന് പറയാമോ? രാത്രി കിടന്നുറങ്ങാൻ പേടിയാണ് മൗലവി. പേടിയാണ്. എന്താ പേടി? എപ്പോഴാ വന്ന് തലക്കടിക്കാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, അതിന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടല്ല, സാമൂഹ്യ ചുറ്റുപാടുകൾ ഇപ്പോൾ പറഞ്ഞു തരുന്ന മെസ്സേജ് എന്നതാ. എന്തിനേറെ സാധാരണ ഞാൻ എൻ്റെ റൂം അകത്തുനിന്ന് ഞാൻ പൂട്ടാറില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ റൂം അകത്തുനിന്ന് പൂട്ട കിടന്നുറങ്ങാം. ഒന്നും ഉണ്ടായിട്ടല്ല. എവിടെയോ ഒരു ഭയം അലട്ടാൻ തുടങ്ങി. ഇത് എല്ലായിടത്തുണ്ട്. നിസ്സാര വിഷയമാണെന്ന് കരുതുന്ന കാര്യമുണ്ട്, പക്ഷെ അത് ഗൗരവമുള്ള വിഷയമാണ്. മക്കൾ പോകുന്നത് ഏത് കോലത്തിലാന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. മുമ്പൊക്കെ ഒരു പെൺകുട്ടി ഒരു വഴിക്ക് പോവാണെങ്കിൽ ആൺകുട്ടികളാ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നത്, അല്ലേ? ഒരു ആൺകുട്ടി പോയാൽ പെൺകുട്ടികളാ തുറച്ചു നോക്കണത്. അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഞാൻ പരിശോധിക്കാറുണ്ട് അത്തരം വിഷയങ്ങൾ. പെൺകുട്ടികളൊക്കെ കൂടിയിട്ട് അയാളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം, എന്നുള്ള കാര്യം. അപ്പൊ പരീക്ഷണത്തിന്റെ ഒരു ശക്തമായ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തേത്, നമ്മൾ പരലോക വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക. അത് കുറഞ്ഞിട്ടുണ്ട്. പരലോക വിശ്വാസം കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പക്ഷെ ഓക്കെ ആയിരിക്കും. നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ഒരു 10% നമ്മുടെ മക്കൾ വിശ്വസിക്കുന്നുണ്ട്. ചിന്തിച്ചു. എൻ്റെ ചെറുപ്പത്തില് ഞങ്ങൾ ഒരിക്കൽ ഒരു ടീം ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചു കൊണ്ടുപോയി. പിന്നെ കല്യാണത്തിന് പോയി. ഒരു 12-13 വയസ്സ് പ്രായമുള്ള സമയത്താണ് കല്യാണത്തിന് പോയി. അന്നത്തെ കാലത്ത് കല്യാണ വീടുകളിൽ തലേന്ന് രാത്രി നടക്കുന്ന ഒരു പുതിയ പരിപാടിയാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും ഇതായിട്ടുള്ള പരിപാടിയാണ്
TV വെക്കുക, വീഡിയോ കാസറ്റ് കൊണ്ടുവന്നിടുക എന്നുള്ള പരിപാടിയൊക്കെ. ഒരു 13-14 വയസ്സ് പ്രായമുള്ള സമയത്താണ്. വലിയ സംഭവമാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ ഇറങ്ങിയ കാലഘട്ടമാണ്. വീഡിയോ കാസറ്റ് കൊണ്ടുവന്നിട്ട് ഇടുക, VCR ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുക. അന്ന് അവിടെ കല്യാണ വീട്ടിൽ പോയിരുന്നിട്ട് ആ ഒരു ഇത് കണ്ടു ഞങ്ങൾ 2-3 പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനുണ്ടായ വിഷമം ചെറുതുന്നത്, എന്തോ കുറ്റം ചെയ്തത്. വീട്ടിൽ പോയിരുന്ന് കരഞ്ഞ്, പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്തു പോയ കുറ്റത്തെ പറ്റിയുള്ളതായ പശ്ചാത്താപം. ആ ഒരു കാഴ്ചപ്പാടിലുണ്ടായ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീട്ടിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ അത്രത്തോളം എഫക്റ്റ് അല്ലെങ്കിലും നിങ്ങളുടെ എല്ലാം ചെറുപ്പ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിനെ ബാധിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതുണ്ടാ? അതില്ല. പരലോക വിശ്വാസം എന്നുള്ളത് അത് ഏറ്റവും ശക്തമായി വന്നില്ല എങ്കിൽ നമ്മുടെ സമൂഹം കുത്തഴിഞ്ഞ ബുക്കുകൾ പോലെയായി, പുസ്തകം പോലെയായി തീരും. ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഉൻ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. പറയൂ, ഈ ഭൗതിക ജീവിതം വിഭവം മാത്രമാണ്, കുറഞ്ഞ കാലം നിലനിൽക്കുന്ന ഒരു വിഭവം. അത് കുറഞ്ഞ കാലം നിലനിൽക്കുന്ന ഒരു വിഭവം മാത്രമാണ്. പരലോകമാണ് ശാശ്വതം. ഈ ഒരു തിരിച്ചറിവ് നമ്മൾ നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കലും അനിവാര്യമാണ്. ഈ 3 കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യതിരക്തമാക്കുന്ന കാര്യങ്ങളാണ്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താത്ത കാലത്തോളം ഇനി നമ്മൾ പോകുന്ന ആപത്തുകൾ, ആ ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് വഖഫ് വിഷയം അതൊരു മുസ്ലിം സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിലും ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങൾ ഇനി നമ്മളെ ബാധിക്കാനുണ്ട്, നമ്മുടെ ഇതിലേക്ക് വരാനുണ്ട് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകണം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്. പൊതുവെ നമ്മുടെ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര നമ്മുടെ മക്കൾ പങ്കെടുക്കാറുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്, പഠനമുണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളുണ്ടോ, പഠനമുണ്ടോ? ഒന്നുമില്ല. ബോധവൽക്കരണം അനിവാര്യമാണ്. പക്ഷേ നമ്മള് ഇപ്പോ മെയ് 3, 4, 5, 6, 7 ഈ തീയതികളിലായിട്ട് 2 പാർട്ടായിട്ട് 3, 4, 5 തീയതികളിൽ ആൺകുട്ടികൾക്കും 5, 6, 7 തീയതികൾ പെൺകുട്ടികൾക്കും വേണ്ടി ഇത്തരം വിഷയങ്ങളെ പറ്റി ഒരു ശക്തമായ ബോധവൽക്കരണത്തിന്റെ ഒരു ക്യാമ്പ് നമ്മുടെ മനാർ ഹുദയിൽ വെച്ച് നടത്തുന്നുണ്ട്. നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കണം. അതിൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉൾപ്പെടെയുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കാരണങ്ങളിൽ ഒന്നാണ് ഉപബോധ മനസ്സിന്റെ ഒരു വിഷയം. അതായത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ യഅലമുന മാ തഫ്അലൂൻ. എന്താ ഇതിനർത്ഥം? നിങ്ങൾക്ക് സൂക്ഷിപ്പുകാരായി ചിലരുണ്ട്, കിറാമൻ കാത്തിബീൻ ഉത്കൃഷ്ടരായ റെക്കോർഡർമാരാണ്, എഴുത്തുകാരാണ് പറഞ്ഞത്. യഅലമുന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവരറിയുന്നുണ്ട്. സത്യത്തിൽ നമ്മളിൽ ഒരു ഉപബോധ മനസ്സുണ്ട്, അത് നമ്മൾ അറിയണം. നമ്മുടെ മക്കളിലും ഒരു ഉപബോധ മനസ്സുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഉറക്കത്തിലായാലും ഉണർച്ചയിലായാലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉപബോധ മനസ്സിങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ മക്കളിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരവസരം വരുമ്പോൾ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഓർമ്മകൾ വരും, പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരും. നമ്മളൊരാളായിട്ട്, നമ്മൾ അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ മറന്നിരിക്കുന്ന പല കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങും. അപ്പോൾ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ഉപബോധ മനസ്സ് പുറത്തു കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഉപബോധ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് ഡാമേജുകളുണ്ട് നമ്മുടെ മക്കളുടെ. അതിനെപ്പറ്റിയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് ശരിയായ കൗൺസിലിംഗ് കൊടുത്ത് ഒന്ന് ലെവലാക്കിയെടുക്കുക, ഇബാദത്തുകളോടുള്ള ആസ്വാദനം ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ അതിൻ്റെ ഘടന മനസ്സിലാക്കിയെടുക്കുക. ഇമാമായി നിൽക്കുന്ന ഒരാളോട്, ഒരു പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന കുട്ടീനോട് നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അതിനകത്തുള്ള ദിക്റുകളും തസ്ബീഹുകളും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല.
ഇമാം വെക്കുന്ന ഒരാളാ പള്ളിയിൽ, അറിയില്ല. അതൊക്കെ എന്തുകൊണ്ട് അറിയില്ല? അത് പഠിച്ചിട്ടില്ല. അവൻ പഠിച്ച സ്ഥാപനത്തിൽ എന്തേ പഠിപ്പിച്ചിട്ടുള്ളൂ? ഇമാം വെക്കണതേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഖുർആൻ ഓതാൻ അതിന്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല. അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടിക്കഴിഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന, അത് ഏതൊക്കെയാ അറിയില്ല. ഫാത്തിഹ ഓതാൻ അറിയാം, ഖുർആൻ ഓതാൻ അറിയാം. റുക്കോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പറയേണ്ട പ്രാർത്ഥന എന്താ, തസ്ബീഹ് എന്താ, അറിയില്ല. പിന്നെ നീ എങ്ങനെയായി നിസ്കാരത്തെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തെന്ന് ചോദിച്ചു. ഈ റമദാനിലാണ്, കോഴിക്കോട് പോയപ്പോഴാണ് ഞാൻ ചോദിച്ചത്. നിസ്കാരത്തെ നീ എങ്ങനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് ടൈമിങ്ങിൽ നിസ്കാരം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. അതൊരു ടൈമിംഗ് ആണെന്നാണ് അവൻ പറയുന്നത്. ടൈമിംഗ്, ഒരു ഇമാമിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ചപ്പോൾ കിട്ടിയ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അത് അവന്റെ കയ്യിലുണ്ട്. അതനുസരിച്ച് അവൻ നിസ്കരിക്കുന്നു. അങ്ങനെ ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നന്നായി ബോധവൽക്കരിക്കണം. ആ ക്യാമ്പിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരാകുക. നമ്മുടെ മക്കളെ പരമാവധി, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ഉള്ളൂ. അവർക്കാണ് ഇപ്പോൾ ആവശ്യം. ടീൻ ഏജ് അല്ലേ, ടീനേജ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 19 വരെ ഉള്ളതാണ് ടീനിൽ അവസാനിക്കുന്ന ഏജ്. ആ ഏജിലുള്ളവരാണ് അവർ. അവർക്കിത് കൊടുത്തേ പറ്റൂ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ ആരംഭത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വിഷയാധിഷ്ഠിതമായ ക്ലാസ് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും അനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.